നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഇടിയുടെ ശാസ്ത്രം. ഈ ടോപ്പിക് തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു കാരണം, ഈ അടുത്ത കാലത്ത് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ളൊരു ആശാൻ, അദ്ദേഹം നമ്മൾ പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നക്കിൾ പുഷപ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏത് നക്കിളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി ഒരു വീഡിയോ അദ്ദേഹം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു, ഈ 2 നക്കിൾസാണ് യൂസ് ചെയ്യേണ്ടത്. ഈ താഴത്തെ 3 നക്കിൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മർമ്മസ്ഥാനമുണ്ട്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പുഷപ്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് വല്ല ചരലൊക്കെ ഉണ്ടെങ്കിൽ അത് ആ മർമ്മത്തിന് ക്ഷതമേറ്റ് നമ്മുടെ കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, ഇങ്ങനെ ഒരു ചർച്ച, അതായത് ഏത് നക്കിൾസ് ഉപയോഗിക്കണം എന്നുള്ളൊരു ചർച്ച, ഇത് ഇന്നും ഇന്നലെയൊന്നും അല്ല തുടങ്ങിയത്. ഇത് വർഷങ്ങളായിട്ട് ഇൻ്റർനാഷണൽ മാർഷൽ ആർട്ട് വേദികളിൽ ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ തർക്കിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു കൈയുടെ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്ലാറ്റ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ 3 എണ്ണം ഒരു ലൈനിലാക്കാം, അല്ലെങ്കിൽ ഇത് 2ഉം ഒരു ലൈനിലാക്കാം. അപ്പോൾ ഇങ്ങനെ പല മാർഷൽ ആർട്ട് സിസ്റ്റത്തിലും ഈ 2നും പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഇപ്പോൾ ഉള്ള കരാട്ടെ അല്ലെങ്കിൽ കുങ്ഫു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുങ്ഫു, ഇതിലെല്ലാം തന്നെ ഇങ്ങനെ ഈ 2 നക്കിൾസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ കളരിപ്പയറ്റിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പലരും അങ്ങനെ പ്രിഫർ ചെയ്യാറുണ്ട്. ഇപ്പം അതൊരു ട്രഡീഷണലായിട്ട് വന്ന ഒരു പ്രിഫറൻസാണ്. അത്ര ഡീറ്റെയിലിൽ കളരിപ്പയറ്റ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ കളരിപ്പയറ്റ്, നമ്മളിപ്പോൾ കളരിപ്പയറ്റിൻ്റെ ടെക്നീക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കളരിപ്പയറ്റിൽ ഇടിയുണ്ട്, ഇപ്പം വെട്ടും ഇടിയും എല്ലാം ഉണ്ട്. എന്നാലത്തെ പോലും നമ്മൾ ഈ ഓപ്പൺ ഹാൻഡ് ടെക്നിക്സിന് ഒരു കുറച്ചുകൂടി ഒരു പ്രയോറിറ്റി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെട്ട് തടഞ്ഞ് പിടിക്കുക, അല്ലെങ്കിൽ വെട്ടി കുറച്ചുകൂടി ഒരു ഗ്രാപ്ലിംഗ്, ഇതിലേക്ക് ലോക്കിങ്ങിലും ഗ്രാപ്ലിങ്ങിലൊക്കെ പോകാൻ വേണ്ടി ആ ഒരു ഓപ്പൺ ഒരു ഹാൻഡ് ടെക്നിക്സിനാണ് കൂടുതൽ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം പല മോഡേൺ സെൽഫ് ഡിഫെൻസ് എക്സ്പേർട്ടുകളാണ്, റിയലിസ്റ്റിക് സെൽഫ് ഡിഫെൻസിൻ്റെ പ്രാക്ടീഷണേഴ്സൊക്കെ പലപ്പോഴും ഓപ്പൺ ഹാൻഡ് ടെക്നിക്സിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം ഈ പഞ്ച് അല്ലെങ്കിൽ ഇപ്പം ഗ്ലവ്സ്, പ്രൊട്ടക്ഷനൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പഞ്ചിങ് ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഇടിക്കുന്ന ആൾക്ക് തന്നെ കൈക്കൊക്കെ പരുക്ക് പറ്റാൻ സാധ്യത കൂടുതലാണ് കമ്പയർ ടു ഇപ്പോൾ ഓപ്പൺ ഹാൻഡ് ടെക്നിക്സ്. ഇപ്പോൾ നമ്മുടെ കളരിപ്പയറ്റിൽ അങ്ങനെ ഒരു രീതിയിലാണോ അങ്ങനെ ഓപ്പൺ ഹാൻഡ് ടെക്നിക്സിന് പ്രാധാന്യം വന്നതെന്ന് അറിയില്ല. പലപ്പോഴും പഴയ ചില ആശാന്മാർ പറയാറുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മളിപ്പം ഓപ്പൺ ഹാൻഡ് ടെക്നിക്സ് ആണെങ്കിൽ വെട്ടുകയല്ല, അവിടുന്ന് ഉടനെ തന്നെ ഇപ്പം പിടിച്ച് ഒരു ലോക്കിലേക്ക് പോകാനും ഒക്കെ ഓപ്പൺ ഹാൻഡ് ടെക്നിക്സിന് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. കളരിപ്പയറ്റിൽ ഇപ്പം നമ്മൾ ഇപ്പം മർമ്മപ്രയോഗങ്ങൾക്കൊക്കെ പല മുദ്രകൾ, ഇപ്പം കൈയുടെ ഓരോ ഫോർമേഷൻസ്, ഇപ്പം ഫിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഓരോ നക്കിളിന് പ്രാധാന്യം കൊടുത്തുള്ള ടെക്നിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ വിരലുകളാണെങ്കിലും നമ്മളിങ്ങനെ അല്ലെങ്കിൽ ഹാൻഡ് ഫോർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ ഒരു ഫിസ്റ്റിൻ്റെ ഒരു മുഷ്ടിയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മുഷ്ടിയുടെ ആ ഒരു ഇപ്പം ചില മാർഷൽ ആർട്ടിനെ കമ്പയർ ചെയ്ത് നമ്മൾ അത്രയ്ക്ക് ഒരു കണ്ടീഷനിങ് രീതിയിലേക്ക് പോകാറില്ല. കാരണം ഇപ്പോൾ ജപ്പാനിലെയും ചൈനയിലെയൊക്കെ മാർഷൽ ആർട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ ഈ അയൺ ഫിസ്റ്റ്, അയൺ ആം, അയൺ ഫിംഗർ, അയൺ ബോഡി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെതായിട്ട് തന്നെ ഉള്ള ഒരു സബ് സിസ്റ്റം തന്നെ പല മാർഷൽ ആർട്ടുകളിലും ഉണ്ട്. അതായത് അതിനുവേണ്ടിയുള്ള കണ്ടീഷനിങ് മെത്തേഡ്സ്, ബ്രീത്തിങ് ടെക്നിക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ അതിന് ഇപ്പം പ്രാക്ടീസിന് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ, ഇങ്ങനെ ആ ഒരു രീതിയിലുള്ള തന്നെ ഒരു സബ് സിസ്റ്റംസ് ഈ മാർഷൽ ആർട്സ് സമ്പ്രദായങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ കളരിപ്പയറ്റ് ഇപ്പം ഇന്നത്തെ പ്രാക്ടീസിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം പണ്ട് കാലത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. നമുക്കത് ആ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ചില കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ഗുരുക്കന്മാർ ഭിത്തി തുളച്ച് ഫിംഗർ അടുത്ത സൈഡിലേക്ക് കടത്തി ചുണ്ണാമ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെങ്ത് ഒക്കെ വേണമെങ്കിൽ ഒരു കണ്ടീഷനിങ് മെത്തഡോളജി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്നിപ്പം നമുക്കങ്ങനെ ഇല്ല. നമ്മൾ ഫിംഗർ പുഷപ്സ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ നക്കിൾ പുഷപ്സ് ഒക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിങ് കൂടുതൽ ഇപ്പോൾ ഇപ്പം ചൈനയിലൊക്കെ ചെയ്യുന്ന പോലെ വിരലിൽ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സ്കില്ലിലേക്കൊന്നും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് മെത്തഡോളജി ഇന്ന് നമ്മുടെ കളരിപ്പയറ്റിലില്ല. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കളരിപ്പയറ്റിൽ പല ഗുരുക്കന്മാർ അങ്ങനെ പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അതിപ്പം മറ്റ് മാർഷൽ ആർട്സിൽ നിന്ന് വന്ന ഒരു ഇൻഫ്ലുവൻസ് ആണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് കാണുന്ന പല മാർഷൽ ആർട്സുകളിലും
ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുള്ള പഞ്ചസ് ഉള്ള ട്വിസ്റ്റ് ചെയ്തും പഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടും പഞ്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പഞ്ച് ചെയ്യുന്ന മാർഷൽ ആർട്സ്, അതായത് കറാട്ടെ, ടൈക്വാൻഡോ, ചില ചൈനീസ് മാർഷൽ ആർട്സ്, ഇതിലെല്ലാം തന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു സ്കെൽറ്റൽ അലൈൻമെൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊരു നല്ലൊരു സ്ട്രോങ് പൊസിഷനിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അവരത് പ്രിഫർ ചെയ്യും. പക്ഷെ മറ്റ് പല മാർഷൽ ആർട്സ് ശൈലികളിലും ഈ 3 നക്കിൾസ് ഉപയോഗിച്ചുള്ള പഞ്ചിങ് രീതികളും ഉണ്ട്, കണ്ടീഷനിങ്ങും ഉണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും ഫേമസ് ആയെന്ന് പറഞ്ഞാൽ വിങ് ചുൻ ആണ്. ഇപ്പോൾ വിങ് ചുൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഇപ്മാൻ സിനിമകളിലൂടെ ഫേമസ് ആയ, പിന്നെ ബ്രൂസ്ലി പഠിച്ച സമ്പ്രദായമാണ്. ഇപ്പോൾ ഇതിലെല്ലാം അതിൻ്റെ പഞ്ചിങ് രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു അപ്വേർഡ് ഒരു ആക്ഷനിലാണ് പഞ്ച് ചെയ്യുന്നത്, അതും താഴത്തെ 3 നക്കിൾസ് ഉപയോഗിച്ചു. അപ്പോൾ അവർ കണ്ടീഷൻ ചെയ്യുന്നത് താഴത്തെ 3 നക്കിൾസാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രൂസ്ലിയുടെ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബ്രൂസ്ലിയുടെ നക്കിൾസൊക്കെ താഴം പിടിച്ചിരിക്കുന്നതെല്ലാം 3 വിരലുകളിലാണ്. അപ്പോൾ ഈ വിങ് ചുൻ മാത്രമല്ല, പല ചൈനീസ് മാർഷൽ ആർട്സിലും അങ്ങനെ ഈ 3 നക്കിൾസിൻ്റെ ഒരു കണ്ടീഷനിങ് ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ ചില ചൈനീസ് മാസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഒന്ന് ഇപ്പം നമ്മുടെ കൈയുടെ ഇപ്പോൾ റിസ്റ്റിൻ്റെ പൊസിഷൻ നേരെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 നക്കിൾസാണ് കോണ്ടാക്റ്റിൽ വരുന്നത്. ഇപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ഇങ്ങനെ വളയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചാലേ ഉള്ളൂ ഈ 2 നക്കിൾസും വരാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ പല കുങ്ഫുക്കാരും ഇങ്ങനെയാണ് പഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലൊരു 95% കുങ്ഫുക്കാരും ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്ത കുങ്ഫു ശൈലികളാണ്. ഈ ആദ്യകാലങ്ങളിൽ കരാട്ടെ പഠിച്ച ആൾക്കാർ ഓരോ ബുക്കുകളിൽ നിന്നും അല്ലെങ്കിൽ വീഡിയോ ട്യൂട്ടോറിയലെല്ലാം കൂടെ ചേർത്ത് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത കുങ്ഫു ശൈലികളാണ്. അപ്പോൾ അതിൽ അവർ ആ കരാട്ടയിൽ നിന്ന് വന്ന ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കാം അവരിങ്ങനെ ഈ ചരിച്ച് പിടിച്ച് പഞ്ച് ചെയ്യുന്നത്. ഇപ്പം കേരളത്തിലെ കുങ്ഫു പ്രാക്ടീഷണേഴ്സിൽ ഈ അടുത്ത കാലത്താണ് ശരിക്കും ചില വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം പുറത്തൊക്കെ പോയി ഇവിടെ മാസ്റ്റർമാരുടെ കീഴിൽ ശിഷ്യപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്ത് നല്ല ക്വാളിറ്റി കുങ്ഫു ശൈലികൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് എത്താൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് പഞ്ച് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് നമ്മുടെ റിസ്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ബെൻഡാവണം. അപ്പോൾ ഒരു വളഞ്ഞൊരു കമ്പി ഇട്ട് കുത്തുന്നതാണോ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കമ്പി ഇട്ട് കുത്തുന്നതാണോ സ്ട്രോങ് നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ക്ലിപ്പിൽ 2 ചൈനീസ് ട്രഡീഷണൽ മാസ്റ്റർമാരുടെ പ്രാക്ടീസ് രീതിയും അവരുടെ നക്കിൾസ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ മാസ്റ്റർ പാൻ ചിങ് ഫു എന്ന് പറഞ്ഞ മാസ്റ്ററാണ്. ഇദ്ദേഹം ചൈനയിലെ വളരെ പ്രസിദ്ധമായ ഒരു മാസ്റ്ററായിരുന്നു. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നക്കിൾസ് നോക്കണം. അപ്പോൾ ഈ 3 നക്കിൾസാണ് അദ്ദേഹം കണ്ടീഷൻ ചെയ്ത് സ്ട്രോങ് ആക്കിയിരിക്കുന്നത്. At age 6 and soon became a champion. In the 1960s, the Chinese government put his skills to work. He became renowned for nabbing 23 notorious gangsters. Pan's fists are his most prized, best known, and most bruised assets. He pounds them on a slab of steel several thousand times a day. In martial arts, Grandmaster Pan is known mostly for his iron fist. It's very unique. There's not a lot of people that train iron fist, and especially not to the extent that he has trained it. Punch iron, training bone and tendon. Yes, this is hurt sometimes. There's more power, hurt. No pain, no gain. That's the first thing people will notice about him, any martial artist, is they'll look at his fist, how much power he has. He was a disciple of 15 famous grandmasters, and each of those grandmasters knew many styles. So he didn't just learn 15 styles, he learned many, many styles. He also would go to anyone he heard of in China that had a special technique or a special weapon or a special kick, and he would go and learn from them as well. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് മാസ്റ്റർ ഹെ ഡാവോ ജിൻ എന്ന് പറഞ്ഞ മാസ്റ്ററാണ്. 作为青城武术传人，何道军是掌握这种功法为数不多的人之一。随着各类招式的舞动与气息的调整，何道军的面容也开始变得神采奕奕。剪啊！这个都是我用我的功法和内力、外力相结合练出来的。用打沙包啊，不是那种，用我的吹气，用功。അദ്ദേഹത്തിൻ്റെ നക്കിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, താഴത്തെ 3 നക്കിൾസിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്ത് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൈനീസ് മാർഷൽ ആർട്സിൽ മാത്രമല്ല, ഇപ്പം ചില ജാപ്പനീസ് സിസ്റ്റംസ് എടുത്താലും, അപ്പം ജാപ്പനീസ് സിസ്റ്റത്തിൽ ഓക്കിനാവൻ കറാട്ടെ അല്ലെങ്കിൽ കുബൂഡുവിനെ നമ്മൾ മാറ്റി നിർത്താം. കാരണം അതൊരു ഇന്ന് ജപ്പാൻ്റെ ഭാഗമാണെങ്കിലും അതൊരു കൾച്ചറലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഐലൻഡ് രാജ്യമായിരുന്നു, പിന്നെ ജപ്പാൻ്റെ ഭാഗമായി തീർന്നതാണ്.
കുറച്ചുകൂടെ ഒരു പ്യുവർ ജാപ്പനീസ് മാർഷൽ സിസ്റ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ സാമുറായി മാർഷൽ ആർട്സ്, തായ്ജിറ്റ്സു, ബുജിറ്റ്സു അങ്ങനെയുള്ള ഗ്രൂപ്പിൽ പെട്ടതാണ്. അപ്പോൾ അതിലും ഇതുപോലുള്ള ഈ സ്ട്രെയിറ്റ് പഞ്ച് വരുന്ന ഇതിൽ അവർ കൂടുതലും കോൺടാക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതാണ്. പക്ഷേ രണ്ട് രീതിയുണ്ട്. അപ്പോൾ ഇതിനും വളരെ പ്രാധാന്യമുണ്ട്. പിന്നെ നമ്മളിപ്പം വെസ്റ്റേൺ ബോക്സിങ് എടുത്തു കഴിഞ്ഞാലും ഈ വെസ്റ്റേൺ ബോക്സിങ്ങിൽ ഇന്നും ഈ രണ്ട് രീതിയും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അപ്പം ഇപ്പം ഇത് ഈ കൈയുടെ ഒരു അനാറ്റമി ഉള്ള ഒരു പ്രശ്നം മാത്രമല്ല. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടം വെച്ച് തന്നെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഇടിക്കാനായിട്ട് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ ആ ഇടി വരുന്ന സമയത്ത് അയാളെങ്ങനെ ഇച്ചിരി ചെരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്താലും അവിടെ തന്നെ കൊള്ളണം എന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ ഭാഗവും കണ്ടീഷൻ ചെയ്യുന്നതിന് നല്ലത് തന്നെയാണെന്നാണ്. പിന്നെ ഈ ഒരു ചർച്ച ചെയ്തൊരിക്കലും തീരാൻ പോകുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഒരു രീതി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മറ്റേ രീതി ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. പ്രാക്ടീസ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കരാട്ടക്കാരന് ഒരിക്കലും ഇപ്പം ഇങ്ങനെ ഒരു 3 knuckles ഉപയോഗിച്ച് അവർക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ ഈ വീഡിയോയിൽ പറയുന്ന ആശാൻ അദ്ദേഹം കണ്ടിട്ടുള്ള മറ്റ് കരാട്ടക്കാരും ഇവരെല്ലാം തന്നെ ഈ 2 നക്കിൾസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഇവിടെ ഒരു മർമ്മസ്ഥാനം ഉണ്ടല്ലോ, ഈ താഴത്തെ നക്കിളിൻ്റെ അവിടെ ഒരു മർമ്മസ്ഥാനമുണ്ട്. അത് നമ്മളിപ്പം നിലത്ത് പുഷപ്പൊക്കെ ചെയ്യുമ്പോൾ ചരലൊക്കെ ഉണ്ടെങ്കിൽ അതിന് ക്ഷതമേറ്റ് കാഴ്ച പോകുന്നൊക്കെയാണ് പറയുന്നത്. അതൊരു അസംഷനാണ്. കാരണം ഇപ്പം അങ്ങനെ ഒരു മർമ്മത്തിൻ്റെ ക്ഷതത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നതായിരിക്കും കാഴ്ച നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടീഷൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ ചരലിലേക്കൊക്കെ തന്നെ ഇടിച്ചാണ് കണ്ടീഷൻ ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ 100 കണക്കിന് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന രീതികളാണ്. അപ്പോൾ അങ്ങനെ കാഴ്ച പോകുന്ന അവർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരത് എന്നെ മാറ്റിയേനെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന ശാസ്ത്രീയമായ രീതി എന്നൊക്കെ. അപ്പോൾ ഈ ശാസ്ത്രീയം എന്നുള്ള വാക്ക് തന്നെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് സയൻറ്റിഫിക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സയൻറ്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയത എന്ന് പറയുന്ന ഒരു രീതി ആ ഒരു മാനദണ്ഡമായിരുന്നിരിക്കത്തില്ല ഇപ്പം പണ്ട് കാലത്ത് നമ്മൾ ശാസ്ത്രീയത എന്ന് പറയുന്നത്. അപ്പം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും ഒരു ക്രിട്ടിക്കലി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റ് ചില പ്രാക്ടീഷണേഴ്സ്, ഇപ്പോൾ കരാട്ടയിലൊക്കെ ഉള്ള പ്രാക്ടീഷണേഴ്സ് ഇൻ്റർനാഷണലി പറയുന്ന കുറേ വാദങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെയുള്ള എല്ലുകൾ, ഈ എല്ലുകളെല്ലാം വീക്കാണ്, കൂടുതലും പരിക്ക് പറ്റാനുള്ള സാധ്യത കൂടുതൽ ആ ഭാഗത്തിനാണ്. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ബോക്സേഴ്സ് ഫ്രാക്ചർ എന്ന് പറഞ്ഞൊരു ഫ്രാക്ചർ ഉണ്ട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഈ പഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ എല്ല് ഒടിയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒടിയുന്ന എല്ലുകൾ ഒടിയാം, പക്ഷേ ഈ ഏരിയയിലുള്ള എല്ലുകളാണ് കൂടുതൽ ഒടിയുന്നതെന്നുള്ളൊരു ഈ 2 നക്കിൾസിന് പ്രാധാന്യം കൊടുക്കുന്നവർ അങ്ങനെ ഒരു വാദം പറയുന്നുണ്ട്. ഞാൻ ചൈനീസ് മാസ്റ്റർമാരോട് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അത് തന്നെയാണ്. കാരണം ഈ ഏരിയ വീക്കാണ്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അത് സ്ട്രോങ് ആക്കേണ്ടതെന്ന് അവർ പറയാറുണ്ട്. അപ്പം മറ്റ് സ്ട്രെയിറ്റ് പഞ്ചുകാർക്കും അവർക്കും അവരുടെ ന്യായങ്ങളുണ്ട്. അപ്പം അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ ആ റിസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്, കുറച്ചുകൂടെ കൺട്രോളും എന്നൊക്കെ, കുറച്ചുകൂടെ ബോഡിയായിട്ട് കണക്ടിവിറ്റി എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പം ഇങ്ങനെ പലർക്കും പല വാദങ്ങളുണ്ട്. അപ്പം 2 രീതിയുടെയും പഞ്ചിങ് രീതി വ്യത്യാസമുണ്ട്. അപ്പം ഓരോ ഇടിക്ക്, അതായത് പഞ്ചിങ്ങിനും ഇപ്പം പല മാർഷൽ ആർട്സിലും സ്പെസിഫിക് ആയിട്ടുള്ള രീതികൾ പറയുന്നുണ്ട്. അപ്പം ഈവൻ എവിടുന്ന് പഞ്ച് വരണം, അതായത് ഹിപ്പിന് വരണോ അതോ ചെസ്റ്റിൻ്റെ ഇവിടുന്ന് വരണോ അല്ലെങ്കിൽ ഇവിടുന്ന് വരണോ. അപ്പം വിങ്ചിൻ്റെയൊക്കെ പഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ പഞ്ചുകളാണ്, സാധാരണ രീതിയിലുള്ള കരാട്ടയിലെ പഞ്ച് പോലെ അല്ല. അപ്പം പല മാർഷൽ ആർട്സിലും ഇങ്ങനെയുള്ള ഇപ്പം പഞ്ചിങ്ങിൻ്റെയൊക്കെ ആ ഒരു ഡയറക്ഷനെ, എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തിരിയണം, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് അത് ഇവോൾവ് ചെയ്ത് പോയിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പം കളരിപ്പയറ്റിനെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞല്ലോ, കളരിപ്പയറ്റ് ഒരു ഓപ്പൺ ഹാൻഡ് വെട്ടിന് പ്രാധാന്യം കൊടുത്തുള്ള ടെക്നിക്ക് ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പഞ്ചിൻ്റെ ആ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ ഒരുപാട് പോകാത്തത്. ഇപ്പോൾ മുഷ്ടിയുടെ ഏത് നക്കിളാണ് കോൺടാക്റ്റിൽ വരേണ്ടതുപോലെ തന്നെയാണ് മുഷ്ടി അങ്ങനെ പിടിക്കുന്നത് തന്നെ പല മാർഷൽ ആർട്ടിലും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് പരിചിതമായ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരാട്ടയിലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വിരൽ ടൈറ്റായിട്ട് ഇവിടെ പിടിക്കുകയാണ്, തള്ള വിരൽ വെച്ച്. പക്ഷെ അതല്ലാതെ പല രീതികളും ഉണ്ട്. ഇപ്പം ചില ജാപ്പനീസ് സിസ്റ്റത്തിലൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട്, കൈ ഇങ്ങനെ പിടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാറുണ്ട്. അപ്പം പല രീതിയിൽ മുഷ്ടി തന്നെ പല രീതിയിൽ ഫോം ചെയ്യാറുണ്ട്. വടക്കൻ കളരിപ്പയറ്റിൻ്റെ ഇപ്പം കൈകുത്തിപ്പയറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകുത്തിപ്പയറ്റിൽ ഇങ്ങനെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തള്ളവിരൽ ഇങ്ങനെ പിടിക്കുന്നത് ഇപ്പോൾ ഒരു മർമ്മ പ്രയോഗത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവരുണ്ട്.
ഇപ്പോൾ മറ്റ് മാർഷൽ ആർട്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ കൈ പിടിച്ച് പഞ്ച് ചെയ്യുന്ന മാർഷൽ ആർട്സ് ഉണ്ട്. കളരിപ്പയറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ പല ആശാന്മാരും പല രീതിയിൽ തന്നെ കൈ പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കളരിപ്പയറ്റ് എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലുള്ള എല്ലാ മാർഷൽ ആർട്സിനെയും പറയാറുണ്ട്. ഇപ്പം വടക്കൻ ഏരിയയിലുള്ള ഇപ്പം പയറ്റ് സമ്പ്രദായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കുള്ള അടിതട അടിമുറ സമ്പ്രദായങ്ങളുമായിട്ട് വളരെ വ്യത്യാസമാണ്. രണ്ടും രണ്ട് മാർഷൽ ആർട്ടാണ്. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ മാർഷൽ ആർട്ട് സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ഉപശൈലികളുമുള്ള ഏരിയയിൽ തന്നെ ഇപ്പം പല രീതിയിൽ ചിലപ്പം കൈ പിടിച്ചെന്നിരിക്കും. കൈ ഫിസ്റ്റ് ഫോം ചെയ്യുന്ന പല രീതിയിൽ കൈ ഫോം ചെയ്യാം. അതുപോലെ തന്നെ പല ഏരിയ വെച്ച് ഇടിക്കാം. അപ്പോൾ കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഇതൊന്നും പറയാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും റെക്കോർഡഡ് അല്ല. ഇപ്പം പല കളരി സമ്പ്രദായങ്ങളും അതിൻ്റെ ഉപശൈലികളും ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെപ്പറ്റിയൊന്നും ആരും ആഴത്തിൽ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമ്മൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ കൂടുതൽ കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് അവശേഷിച്ച പാരമ്പര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരുമിച്ച് അതിനെ ഒരു വിശാലമാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രത്യേക പ്രാദേശിക രീതികളിലും വളരെ വ്യത്യസ്തമായ മെത്തഡോളജികളായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലെ കൈ പിടിക്കുന്ന രീതി, അല്ലെ ഇടിക്കുന്ന രീതി, ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളിതെല്ലാം പല രീതികളും മിക്സ് ചെയ്ത് ഓരോന്നിനുമുള്ള യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസ് നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനെ ഓരോന്നിനെയും വ്യത്യസ്തമായ രീതിയിൽ സ്റ്റഡി ചെയ്ത് അതിനെ റിസർച്ച്, അതിൻ്റെ ഹിസ്റ്ററിയും അതിനെപ്പറ്റിയുള്ള അതിൻ്റെ മെത്തഡോളജീസും അല്ലെങ്കിൽ അതിൻ്റെ കരിക്കുലം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ കറക്റ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇപ്പം നാളെ നമുക്കിതെല്ലാം കൂടെ ഭയങ്കര ഒരു മിക്സ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഹില നമുക്ക് പിന്നെ റിസർച്ച് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം ഒന്നാണ്, എല്ലാം കളരിപ്പയറ്റാണ്, ഒരേ ഒരു ആയോധന കല, അതിൻ്റെ പല ശൈലികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെല്ലാം ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം അതാണ്. ഇപ്പോൾ ഈ വീഡിയോയുടെ കൺക്ലൂഷൻ ബേസിക്കലി അദ്ദേഹം തെറ്റാണ്, ഇതാണ് ശരിയെന്നല്ല ഞാൻ പറയുന്ന. പല ശരികളും ഉണ്ട് ലോകത്ത്. അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ന്യായങ്ങളും ഉണ്ട്. രണ്ട് രീതിയിലും അത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ നമ്മൾ പരിശീലിക്കുന്ന മാർഷൽ ആർട്ടിൻ്റെ പഞ്ചിങ്ങിൻ്റെ രീതിയും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷേ ഒരു കളരിപ്പയറ്റിൽ ശാസ്ത്രീയമായി ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനൊരു ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു അങ്ങനെ ഒരു ആധികാരികമായി പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തെളിവുകളൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് കളരിപ്പയറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. കളരിപ്പയറ്റ് ഇന്ന സ്ഥാനത്തിന് ഇടിക്കുക എന്നൊക്കെ അല്ലാതെ കളരിപ്പയറ്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിഫൈൻ ചെയ്തുള്ള ഹിസ്റ്റോറിക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയും ലോകത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.